ഇപ്പോൾ ദൃശ്യം 3യുടെ സെറ്റിൽ മോഹൻലാലും ഒപ്പം സംവിധായകരുമൊക്കെ പൂജാ ചടങ്ങുകൾ നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. മോഹൻലാൽ തിരികൊളുത്തി ദൃശ്യം സിനിമയുടെ 3ാം ഭാഗത്തിൻ്റെ ഷൂട്ടിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. അതിൻ്റെ പൂജ ഇവിടെ തുടങ്ങുകയാണ്. ഇതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ദൃശ്യം 3 സിനിമയുടെ പൂജ ചടങ്ങുകളാണ്. നമുക്കൊപ്പം അവിടെ നിന്നും അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ദൃശ്യം 3 സിനിമ അങ്ങനെ റോൾ ചെയ്ത് തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ മോഹൻലാൽ ആ സിനിമയിൽ നിന്ന് അഭിനയിച്ചതിനു ശേഷം ഡൽഹിക്ക് പോകും, കുടുംബാംഗങ്ങളുമായി ഡൽഹിക്ക് പോകുമെന്നാണ് അറിയുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ പൂജാ ചടങ്ങുകൾ തുടങ്ങുന്നു. അങ്ങനെ സൂപ്പർ ഹിറ്റുകളായ ദൃശ്യം 1നും ദൃശ്യം 2നും ശേഷം ദൃശ്യം 3 വരികയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പൂജാ ചടങ്ങാണ്. ഇന്നൊരു ചെറിയ ഷൂട്ടിംഗ് ഉണ്ടാവുമെന്ന് തോന്നുന്നു. മോഹൻലാലുള്ള ഒരു ഷൂട്ടിംഗ് ഉണ്ടാവും. അതിനുശേഷം 55 ദിവസത്തിനു ശേഷം ചിത്രീകരണം പൂർത്തിയാകുമെന്നറിയുന്നു. മാർച്ചോടുകൂടി തിയേറ്ററിൽ എത്തിക്കാനാണോ നീക്കം? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ദൃശ്യം 3 എന്ന സിനിമയുടെ പൂജാ ചടങ്ങ് നടക്കുകയാണ്. നടൻ മോഹൻലാൽ, ഒപ്പം സംവിധായകൻ ജിത്തു ജോസഫ്, നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ, സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരൊക്കെ തന്നെയുണ്ട്. എറണാകുളം ജില്ലയിലെ പുതുത്തോട്ടയിലെ ശ്രീനാരായണ ലോ കോളേജ് അങ്കണത്തിലാണ് ഇപ്പോൾ ഈ ചിത്രത്തിൻ്റെ ആദ്യ ഷൂട്ട് നടക്കാൻ പോകുന്നത്. 55 ദിവസം കൊണ്ട് ഷൂട്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് എല്ലാവരും വരവേൽക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന് പിന്നാലെ മോഹൻലാൽ എത്തുന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യം ഈ ചിത്രത്തിന് വേണ്ടതാണ്. 2017 ആദ്യ ചിത്രം പുറത്തിറങ്ങിയപ്പോൾ തന്നെ അത് സൂപ്പർ ഹിറ്റായിരുന്നു. അതിന് പിന്നാലെ 2021 ഒ ടി ടിയിലൂടെ 2ാം ഭാഗവും പുറത്തിറങ്ങി, അതും സൂപ്പർ ഹിറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സസ്പെൻസ് മോഹൻലാൽ സംസാരിക്കുന്നു. കൂടി ദൃശ്യം 3യുടെ ചിത്രീകരണം ഇന്ന് തുടങ്ങുകയാണ്. എല്ലാ സിനിമകൾ തുടങ്ങുമ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഈ സിനിമയ്ക്ക് ഒരു തടസ്സവും കൂടാതെ ഷൂട്ടിംഗ് നടക്കണേ, ഈ ചിത്രം ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റ് ആയി മാറണേന്നാണ്. അതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു, ഇതിനൊരു തടസ്സവും കൂടാതെ നടക്കണേ, ഇതൊരു വലിയ വിജയമായി മാറണേന്ന്. ദൃശ്യം 1, 2 മനസ്സിൽ ഏറ്റിയ പ്രേക്ഷകർ ദൃശ്യം 3ഉം തീർച്ചയായിട്ടും മനസ്സിൽ കൊണ്ട് നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇനിയും നടക്കേണ്ട കാര്യമല്ലേ, കുഴപ്പമുണ്ടാവില്ലെന്നാണ് ഞാൻ തോന്നുന്നത്. അതൊക്കെ ഇന്നലെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിപ്പം ദൃശ്യമാണ്. ഇന്നലത്തെ കാര്യം ഇന്നലെ. ഇപ്പം ഞാൻ പോവാണ്, ഇത് കഴിഞ്ഞാണ്. ഓക്കെ, അതിൻ്റെ കഥ ഇപ്പം പറയണം. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. അത് കാണാം. എല്ലാവരും അതിൻ്റെ എല്ലാവരും ഈ എക്സൈറ്റ്മെൻ്റാണ് ദൃശ്യത്തിൻ്റെ ഒരു ക്യാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറയല്ലേ എന്ന് പുള്ളി പറഞ്ഞു. എനിക്ക് പറയാൻ ഇവിടെ നിന്ന് ഞാൻ പോവാണ്. താങ്ക് യു. ഓക്കെ, എന്തായാലും ദൃശ്യം 3യുടെ ഷൂട്ട് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അത് ഇങ്ങനെയൊരു ദിവസം തന്നെ ആരംഭിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. കാരണം ഇതൊരു ഇരട്ടി മധുരമാണ്. ലാൽ സാറിന് ഫാൽക്കെ അവാർഡ് കിട്ടി. നമ്മുടെ ഒരു എല്ലാ മലയാളികളുടെയും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. പിന്നെ ദൃശ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ബാക്കി നിങ്ങൾ അമിത പ്രതീക്ഷകളില്ലാതെ വന്ന് ഈ സിനിമ കാണുക. ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല, അതൊക്കെ വഴിയെ അറിയിക്കും. അപ്പോൾ ഇത് വന്ന് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ദൃശ്യം 3 വരുന്നു. ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. പോലീസിനെ വലയ്ക്കുമോ? ആ കാര്യങ്ങൾക്കൊക്കെയുള്ള സസ്പെൻസ് ഉണ്ട്. കഥ ഇപ്പോൾ പറയുന്നില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത്. ഈ ചിത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സീനിലെ ചിത്രീകരണം കഴിഞ്ഞതിന് ശേഷം മോഹൻലാൽ ദില്ലിക്ക് പോകും കുടുംബാംഗങ്ങളുമായി. നാളെ ദാദാ സാഹബ് ഫാൽക്കെ പുരസ്കാര വിതരണമാണ്.